പൊന്നാര ചങ്ങായിമാരെ പൊടിയല്ല നായ്ക്കൊരണ പരിപ്പ് തെരഞ്ഞു നടക്കണേ. എങ്ങനെയും പെരുന്നാൾ തള്ളിടണ്ടേ. അപ്പോൾ നമ്മള് കാട് കയറാണ്. കാട് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പാറക്കെട്ടും കുറച്ച് കാടും, കുഴപ്പമൊന്നുമില്ല കാട് എന്ന് തന്നെ പറയാം. പക്ഷെ കാടിക്ക് കയറാൻ നല്ല രസമുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് കയറ്റം തന്നെ ഒരു എന്താ പറയുക, ഒരു അഡ്വഞ്ചറാണ്. നല്ല രസമുള്ളൊരു പരിപാടി കേട്ടോ ഈ കാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ. തൂങ്ങിപ്പിടിച്ച് വള്ളിമ്മൊക്കെ തൂങ്ങിപ്പിടിച്ച് കയറണം. അങ്ങനെ നാണി കയറി, അൻഷിത് കയറി, കുഞ്ഞാണി കയറി, എല്ലാവരും കയറി, ഞാനും കയറി മുകളിലെത്തിയപ്പോഴോ വള്ളിക്കൂടാരങ്ങളൊക്കെ കൊണ്ടൊരു വള്ളിക്കൂടാരം. നമ്മൾ ഇതുവരെ കാണാത്ത രസമുള്ള കാഴ്ചകൾ കാട്ടിൽ ചെന്നാൽ കാണാം. പല വിധത്തിൽ പല ചെടികൾ, പല ജാതി വള്ളികൾ, അടിപൊളിയാണ്. പിന്നെ ഈ ചെടി എന്ത് ചെടിയാണെന്നുള്ളത് അറിയണമല്ലോ, ഒന്ന് കമൻ്റായി പറയണ്ട കേട്ടോ. ഇത് ഞാൻ എവിടെയോ പറയണ കേട്ട് പോലെ എനിക്കൊരു തോന്നലുണ്ട്. ഈ ചെടി എന്തോ ഒരു ഔഷധ സസ്യമാണ് എന്നുള്ളത്. ഇതിന് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് എനിക്കറിയില്ല. എവിടെയോ കേട്ട പോലെ ഒരു സംഭവം എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് കിടക്കുന്നത് ഏതോ ഒരു ജീവിൻ്റെ തലയോട്ടിയും പല്ലും അസ്ഥികൂടം. ഇത് സംഭവം പട്ടികളുടേതോ അല്ലെങ്കിൽ വല്ല കുറുക്കൻ്റെ ഒക്കെയാണ് കണ്ടിട്ട് തോന്നുന്നു. ഇത് അടിയത്തെ പല്ലാണ്, നായിൻ്റെ ആണ്, കണ്ടോ. സംഗതി ഞങ്ങൾ നായ്ക്കൊരണ പരിപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നായ്ക്കൊരണ കിട്ടിയില്ലെങ്കിലും നല്ല നമ്മളിതുവരെ കാണാത്ത ഓരോ മോഡല് സസ്യജാലങ്ങളെ കണ്ടു. ഈ വള്ളി കണ്ടില്ലേ, ഈ വള്ളി പ്രത്യേകം ഡിസൈൻ ചെയ്തുണ്ടാക്കിയൊരു വള്ളി പോലെ. നല്ല രസമാട്ടോ ഇതിങ്ങനെ കാട്ടുകൂടെയുള്ള യാത്ര, അതൊരു പ്രത്യേക രസമാണ്. നമ്മളെ ചുറ്റുവട്ടത്തുള്ള കാട് കൂടെ ഒക്കെ കയറിയാൽ തന്നെ നമുക്ക് പല ജാതി കാഴ്ചകൾ കാണാം, നല്ല രസമുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങനെ പൊന്നാര ചങ്ങായിമാരെ, നമ്മളെ നായ്ക്കൊരണ പരിപ്പ് കിട്ടാതെ നമ്മൾ മടങ്ങണം. അങ്ങനെ ഇന്നത്തെ നായ്ക്കൊരണ പരിപ്പ് തരൽ നിർത്തി. ഇനി നാളെ നോക്കാം, അതേ നടക്കുള്ളൂ. ഈ നോമ്പ് നോറ്റാണ്ട് ഈ വെയിലും കൊണ്ട് നടന്നിട്ട് കാര്യം. അപ്പോൾ ഇനി നാളെ നോക്കാം.